ശ്രീ പിണറായി വിജയൻ്റെ വീട്ടിൽ നടന്ന അതേ ഇ ഡി റെയ്ഡ് ഒരു സാധാരണ സഖാവിൻ്റെ താഴെ തട്ടിലുള്ള ഒരു പ്രവർത്തകൻ്റെ വീട്ടിലാണ് നടന്നതെങ്കിൽ എന്താ ചെയ്യുക? ആദ്യം സഖാവ് ഉടനെ ബ്രാഞ്ച് സെക്രട്ടറിയെ വിളിക്കും. ബ്രാഞ്ച് സെക്രട്ടറിയെ വിളിച്ചിട്ട് പറയും, ഇതാ ഒരു ഇ ഡി റെയ്ഡിന് വരുന്നുണ്ട്, എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറയും. ഉടനെ ബ്രാഞ്ച് സെക്രട്ടറി മുകളിലേക്ക് വിളിച്ചിട്ട് പറയും, ഇതാ നമ്മളൊരു സഖാവിൻ്റെ വീട്ടിൽ ഇ ഡി റെയ്ഡിന് വന്നിട്ടുണ്ടേ. അപ്പോൾ മുകളിൽ നിന്ന് ചോദിക്കും, ആഹാ അങ്ങനെ റെയ്ഡിന് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു നല്ല കാര്യമാണ്. കാരണം നമ്മൾ പാർട്ടി സംശുദ്ധ പാർട്ടിയാണെന്ന് തെളിയിക്കാൻ പറ്റിയൊരു അവസരമാണ്. ഈ അവസരം കളയരുത്. ഇ ഡിക്ക് റെയ്ഡിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഏതെങ്കിലും മുറികൾ തുറക്കാൻ നമ്മൾ സഖാവ് വിസമ്മതിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബലപ്രയോഗത്തിലൂടെ അത് തുറന്ന് ഇ ഡിക്ക് പരിശോധിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കണം. പിന്നെ ഇ ഡിയെ വേണ്ട രീതിയിൽ സൽക്കരിക്കണം. അതൊക്കെ നമ്മുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. പിന്നെ ഏതെങ്കിലും കള്ളരേഖകൾ, അതായത് നിയമവിരുദ്ധമായ ഏതെങ്കിലും രേഖകൾ നമ്മൾ സഖാവിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടി എന്ന് കണ്ടാൽ ഉടനെ തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പിരിച്ചുവിടണം. അതുപോലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. പിന്നെ പാർട്ടിയെ നാണം കടത്തിയതിൻ്റെ പേരിലുള്ള ഊരുവിലക്കും മറ്റു കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ.